പൂനെയിലെ വിപ്രോ ക്യാമ്പസിൽ ജോലി ചെയ്യുന്നതിനിടെ മതപരമായ പീഡനത്തിനിരയായെന്ന പരാതിയുമായി യുവതി രംഗത്ത്. യുവതിയുടെ പരാതിയിലെ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്ന് വിപ്രോ അറിയിച്ചു. കോർപ്പറേറ്റ് ജിഹാദ് എന്നാരോപിച്ച് ഹിന്ദു ജനജാഗ്രതാ സമിതി ഉന്നതതല അന്വേഷണം വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വിപ്രോ പൂനെ ക്യാമ്പസിൽ ജോലി ചെയ്തപ്പോൾ പീഡിപ്പിക്കുകയും മതം മാറാൻ നിർബന്ധിക്കുകയും ചെയ്തെന്ന് കാട്ടിയാണ് പരാതിയുമായി യുവതി രംഗത്ത് വന്നത്. പീഡനം സഹിക്കാനാവാതെ വന്നതോടെ ജോലി ഉപേക്ഷിച്ചതായും പരാതിക്കാരി പറയുന്നു. ബംഗളൂരുവിൽ താമസിക്കുന്ന തന്റെ മുൻ മാനേജർ ഷാഹിന റഫീഖ് മതം മാറാൻ പ്രേരിപ്പിച്ചെന്ന് യുവതി പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്ലാം മതം സ്വീകരിക്കുവാനും മുസ്ലിം യുവാവുമായി പ്രണയത്തിലാകാനും നിർബന്ധിച്ചുവെന്നും യുവതിയുടെ പരാതിയിലുണ്ട്. അതീവ ഗുരുതരമായ ആരോപണമാണ് മുൻ മാനേജർക്കെതിരെ യുവതി ഉന്നയിക്കുന്നത്. दुबई में मेरे साथ बहुत शेख पहचान के हैं, तो उन शेख के साथ उनमें से किसी एक के साथ मैं आपकी शादी करवा दूंगी. उससे आपको फाइनेंशियल ग्रोथ मिलेगी, सेक्सुअल जो आप अभी अकेले रह रही हैं सेक्सुअल सेटिस्फैक्शन मिलेगा, और बाकी जो सारी अड़चने हैं, अकेले रहना, अकेले ही सारे काम करना और अकेले ही सबको स्टेबल करना खुद को, वो सबसे आपको निजात मिल जाएगी. अब मुझे नहीं पता, ये प्लीज शाहिना से बोलो. मैं भी शायद पहले तो मैंने भी सोचा था कि शायद ये कैजुअल टॉक है और मुझे ये किसी से कहना नहीं चाहिए. कल कंप्लेन दी है, FIR के लिए आज बुलाया है. उन्होंने कहा हम इन्वेस्टिगेट करेंगे और उस पर फिर FIR दर्ज की जाएगी. യുവതി പോലീസിലും മനുഷ്യാവകാശ കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം അന്വേഷണവുമായി സഹകരിക്കുമെന്ന് വിപ്രോ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും വിവരങ്ങളും പൂനെ പോലീസിന് കൈമാറിയതായും വിപ്രോ അറിയിച്ചു. അതിനിടെ വിപ്രോയിൽ നടക്കുന്ന സംഭവങ്ങൾ കോർപ്പറേറ്റ് ജിഹാദ് എന്ന് ഹിന്ദു ജനജാഗ്രതാ സമിതി ആരോപിച്ചു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് മഹാരാഷ്ട്ര സർക്കാരിനോട് സംഘടന ആവശ്യപ്പെട്ടു. ജനം, ഡൽഹി.